Hi friends, welcome to Madonna Electrical Learning. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു അര HP മോട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ വൈൻഡിങ് കത്തിപ്പോയതാണ്, അത് ശരിയാക്കിയിട്ട് നമ്മളതിനെ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മോട്ടറിന് ഇപ്പോൾ ഒരു ഇന്നും ഉണ്ട്, ഔട്ടും ഉണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഇവിടെ ഒരു ടർബൈനുണ്ട്, ടർബൈൻ കറങ്ങിയിട്ട് മേളിലേക്ക് വെള്ളം ഉയർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതാണ് ഇന്ന് കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം. അതുപോലെ ഔട്ടെന്ന് പറയുന്നത് ഇത് ടാങ്കിലേക്ക് വന്ന സപ്ലൈ ആണ്. അപ്പോൾ ഈ സപ്ലൈയും കൂടെ കൂട്ടി കൊടുക്കുക. ഇപ്പോൾ മോട്ടർ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. അതായത് ഈ മേളിലോട്ട് ടാങ്കിലേക്ക് പോകുന്ന കണക്ഷൻ്റെയും അതുപോലെ ഇന്നിൻ്റെ കണക്റ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഈ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടുത്തെ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹോളിൽ കയറ്റിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ഇന്നിൻ്റെ സൈഡിലത്തെ നമുക്ക് സ്ക്രൂ ഇടുക, അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് എളുപ്പം. ഇത് കുറച്ചും കൂടെ പ്ലേ ആണ്. ഈ പൈപ്പ് നമുക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ആയി കിട്ടും, പക്ഷേ ഇതതുപോലെ പ്ലേ ആയി കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഉറപ്പിക്കാം. ആദ്യം നമുക്ക് ഈ ഇന്നാണ് ഉറപ്പിക്കേണ്ടത്. ഉറപ്പിക്കുന്നതിനായിട്ട് ഇവിടെ ഇന്നിൻ്റെ സൈഡിൽ നല്ലോണം ഈ ഷെല്ലാക്ക് നല്ലോണം തേച്ച് കൊടുക്കുക. ഷെല്ലാക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്കിവിടുത്തെ ഈ 2 പാക്കിംഗ് ഉണ്ട്, നമ്മൾ വെട്ടിയെടുത്ത 2 പാക്കിംഗ് ഉണ്ട്, അത് ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ട് നമ്മളിതിനകത്ത് അതിൻ്റെ എല്ലാ സൈഡിലും തന്നെ ഷെല്ലാക്ക് അടിച്ചിട്ട് ഇവിടെ ഈ സൈഡിലും ഷെല്ലാക്ക് അടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ 2 പാക്കിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറം ഷെല്ലാക്ക് അടിച്ചിട്ട് നമ്മൾ സ്ക്രൂ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് പാക്കിംഗ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എയർ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഷെല്ലാക്ക് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 സ്ക്രൂ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രൂ ഇവിടെ നമ്മൾ സ്പാൻഡർ വെച്ച് ഈ മോട്ടറിൻ്റെ ഈ ഹോളുണ്ടല്ലോ, ഈ മോട്ടറിൻ്റെ ഈ ഹോളിലോട്ട് വെച്ചിട്ട് ഇത് നമ്മൾ സ്പാൻഡർ ഉപയോഗിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിലെ നട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നട്ട് ഇതുപോലെ 2 സൈഡും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടർ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഭാഗത്തോട്ട്, ഈ മോട്ടറിൻ്റെ ഇന്ന് വരുന്ന ഭാഗത്തോട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സ്ക്രൂ മൊത്തത്തിൽ നമ്മൾ ടൈറ്റ് ചെയ്യല്, നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ 2 സൈഡ് ഈക്വലായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് പോവുക. അപ്പം കിണറ്റിൽ നിന്ന് വരുന്ന ഈ ലൈൻ നമ്മൾ നല്ലോണം മോട്ടറിനകത്ത് വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മേളിലോട്ട്, അതായത് മോട്ടറിൽ നിന്ന് വെള്ളം തള്ളിയിട്ട് ടാങ്കിലേക്ക് പോകുന്ന ഈ ഒരു ലൈനുണ്ട്. ഇത് നമ്മൾ നേരെ ഈ ഹോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹോളാണ്, ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഈ നട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഈ ഹോള് കറക്റ്റ് ചെയ്തിട്ട് സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 2 സൈഡും ഷെല്ലാക്ക് കൊണ്ട് നല്ലോണം ഫില്ല് ചെയ്യുക. ഈ 2 സൈഡും നല്ലോണം ഷെല്ലാക്ക് ഉപയോഗിച്ച് ഈ മോട്ടറിൻ്റെ അടിവശവും അതുപോലെ ടാങ്കിലേക്ക് പോകുന്ന ഈ സൈഡും നല്ലോണം ഷെല്ലാക്ക് ഉപയോഗിച്ച് നല്ലോണം ഫില്ല് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഹോള് നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഈ 2 നട്ടും മുഴുവശത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്പാനറിന് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തന്നെ ടൈറ്റാക്കി കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ വാട്ടർ ലൈനിൻ്റെ 2 ലൈനും കൊടുത്തു കഴിഞ്ഞ് ഇത് മോട്ടറിൻ്റെ ഇവിടുന്ന് ഇന്ന് വരുന്നത്, ഇത് ഔട്ട് മേളിലോട്ട് ടാങ്കിലോട്ട് പോകുന്ന ലൈൻ. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഇലക്ട്രിക്കലിൻ്റെ ലൈനാണ്. ഇത് കണക്ട് ചെയ്ത് ഇവിടെ 2 വയറുണ്ട്, ന്യൂട്രലും ഫേസും ഉണ്ട്. അപ്പോൾ ഈ വയർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ലൈനിനകത്ത് അപ്പോൾ നമ്മൾ മോട്ടറിൽ നിന്ന് വന്ന 2 വയറും ഇവിടുത്തെ ന്യൂട്രലും ഫേസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നല്ലോണം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ വാട്ടർ ടേപ്പ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇൻസുലേഷൻ ടേപ്പ് നല്ലോണം തന്നെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നല്ല ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാൽവ് തുറന്നിട്ട്, മേളത്തെ വാൽവ് തുറന്നിട്ട് ഈ വാൽവിനകത്ത് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഫുഡ് വാൽവിൻ്റെ ഈ ലൈന് മൊത്തവും നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ മോട്ടറിനകത്ത് വെള്ളം വീഴാത്ത രീതിയിൽ നമ്മൾ മോട്ടർ കവർ ഉപയോഗിച്ച് ഈ മോട്ടറിനെ മൂടി വെച്ചതിന് ശേഷം
ഈ വാൽവ് തുറന്നു കൊടുത്തിട്ട് ഈ ഒരു ലൈൻ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഫുഡ് വാൽവിൻ്റെ ലൈനായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മോട്ടർ ഇടാം. മോട്ടറിൻ്റെ കവർ ഇട്ടതിന് ശേഷം നമുക്കിതിനകത്തൂടെ ഈ ഫുഡ് വാൽവിൻ്റെ ലൈനിൽ വെള്ളം ഫില്ല് ചെയ്യുന്നതിനായിട്ട് ഇത് മുകളിലത്തെ വാൽവിൽ നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എയറൊക്കെ ഉണ്ട്, ഇങ്ങനെ വെളിയിലോട്ട് പോകും. അപ്പോൾ ഈ ഫുഡ് വാൽവിൻ്റെ ലൈൻ മൊത്തം നമ്മൾ വെള്ളം നിറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാൽവ് ക്ലോസ് ആക്കി വെച്ചിട്ട് നമുക്ക് മോട്ടർ ഇട്ട് നോക്കാം. ഈ മോട്ടറിൻ്റെ DP സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് മോട്ടർ ഒന്ന് ഇട്ട് നോക്കാം. മോട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഫുഡ് വാൽവ് തുറന്നു നോക്കിയിട്ട് വെള്ളം മേളിലോട്ട് കയറുന്നുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട വെള്ളം മേളിലേക്ക് കയറുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും വെള്ളം മേളിലേക്ക് കയറുന്നുണ്ട്.